നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ സ്റ്റാർട്ട് ഫോർ IPL 2026. കിടിലൻ തുടക്കം തന്നെയാണ്. സംഭവബഹുലമായിരുന്നു SRHൻ്റെ ഇന്നിങ്സ്. ടോസ് ലഭിച്ച RCB ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. സൂപ്പർ തുടക്കമാണ്. ജേക്കബ് ഡഫി തുടരെ 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം SRHന് പണി കൊടുത്തു. പക്ഷേ ഹെൻറി ക്ലാസിനും ഇഷാൻ കിഷനും ചേർന്നുകൊണ്ട് തിരിച്ചടിച്ചു. മനോഹരമായിട്ട് അവർ തിരികെ വന്നു. അവർ എക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഹെൻറി ക്ലാസിൻ്റെ ഔട്ട്. അതെങ്ങനെയാണ് ഔട്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കം നടക്കുന്നുണ്ട്. കോൺട്രവേഴ്സിയിലാണ്. അത് ബൗണ്ടറി ലൈനിൽ കുഷ്യൻ അനങ്ങുന്നത് കണ്ടു എന്ന തരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. എന്തായാലും ക്ലിയർ ആയിട്ടുള്ളൊരു ആംഗിളിലല്ല അത് ചെക്ക് ചെയ്തത്. ആ കാര്യം ഉറപ്പാണ്. സാൾട്ടിൻ്റെ മികച്ച ക്യാച്ച് തന്നെയാണ്. പക്ഷേ അത് ബൗണ്ടറി കുഷ്യനിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് തന്നെയാണ് തേർഡ് അമ്പയർ അത് ഔട്ട് കൊടുക്കുന്ന സമയത്ത് ഹെൻറി ക്ലാസൻ ആ ബൗണ്ടറി ലൈനിൽ നിന്നുകൊണ്ട് ഒഫീഷ്യലിനോട് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പക്ഷേ മറ്റൊരു കിടിലൻ ക്യാച്ച് എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഫിൽ സാൾട്ട്. അതൊരു പറക്കും ക്യാച്ചാണ്. അത് എങ്ങനെ ആ ക്യാച്ച് കയ്യിൽ ഒതുക്കി ഒറ്റ കൈ കൊണ്ട് അത് എടുത്തു. ഇഷാൻ കിഷൻ്റെ സെഞ്ചുറിയിലേക്കുള്ള കുതിപ്പാണ് അവിടെ അവസാനിപ്പിച്ചത്. പിന്നെ അനികേത് വർമ്മയുടെ മനോഹരമായിട്ടുള്ള സിക്സറുകളുടെ ഒരു പൂരം. അങ്ങനെ അദ്ദേഹം പക്ഷേ അവസാനത്തെ ഓവറിന് തൊട്ട് മുമ്പ് ഔട്ടായി. എങ്കിലും ഒരുവിധം 200 കടത്തിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 9 വിക്കറ്റിന് 201 റൺസാണ് അവരടിച്ചിരിക്കുന്നത്. കിടിലൻ തുടക്കം തന്നെയാണ്. RCBക്ക് ഒരു മൈറ്റി ബാറ്റിംഗ് ലൈനപ്പാണുള്ളത്. അത് വെച്ചുകൊണ്ട് അവർക്കിത് മറികടക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 18 റൺസിലെത്തുമ്പോൾ, അതായത് 3-ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ മടങ്ങിപ്പോയിരുന്നു. അഭിഷേകിൻ്റെ ജേക്കബ് ഡഫി അടിക്കാനുള്ള ശ്രമം കുത്തനെ ഉയർന്നു. ജിതേഷ് ശർമ്മ അത് ക്യാച്ച് എടുത്തു. 8 പന്തിൽ 7 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ഒരു സിക്സർ അടിച്ചു. അതേസമയം ട്രാവിസ് ഹെഡ് 9 പന്തിൽ 11 റൺസ്. ജേക്കബ് ഡഫിയുടെ പന്ത് നന്നായിട്ട് കണക്ട് ചെയ്തു. പക്ഷേ ബൗണ്ടറിയിൽ നേരെ ഫിൽ സാൾട്ടിൻ്റെ കയ്യിൽ. അങ്ങനെ അദ്ദേഹം മടങ്ങി പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 23 റൺസിന് 2 വിക്കറ്റ്. നിതീഷ് കുമാർ റെഡ്ഡി വന്നു അടുത്തതായിട്ട്. നിതീഷും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ മടങ്ങി പോകുന്ന കാഴ്ച. 6 പന്തിൽ 1 റൺസ്. ജേക്കബ് ഡഫിയുടെ പന്തിൽ അഭിനന്ദൻ സിംഗ് ക്യാച്ച് എടുത്ത് മടങ്ങുമ്പോൾ 5-ാമത്തെ ഓവറിൽ 29-3 എന്ന രൂപത്തിലേക്ക് തകർന്നു പോയിരുന്നു SRH. അവിടെ നിന്നാണ് ഹെൻറി ക്ലാസിനും ഇഷാൻ കിഷനും ചേർന്നുള്ള കിടിലൻ കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ക്ലാസിന് 22 പന്തിൽ 31 റൺസ് അടിച്ച് നിൽക്കവെയാണ് റൊമാരിയോ ഷെഫേർഡിൻ്റെ പന്തിൽ ഫിൽ സാൾട്ടിൻ്റെ ആ കോൺട്രവേഴ്ഷ്യൽ ക്യാച്ച് വരുന്നത്. അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 126 റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു. ഇഷാൻ കിഷൻ സെഞ്ചുറിയിലേക്ക് എന്ന് തോന്നിച്ചു. പക്ഷേ സെൽ അറോറോ 50 റൺസുമായിട്ട് മടങ്ങിപ്പോയി. ഇഷാൻ കിഷനെ ആ കിടിലൻ പറക്കും ക്യാച്ചിലൂടെ ഫിൽ സാൾട്ട് അഭിനന്ദൻ സിംഗിൻ്റെ പന്തിൽ മടക്കി വിട്ടു. 38 പന്തുകൾ 8 4 5 6 അടക്കം 80 റൺസിൻ്റെ മാരകമായൊരു ഇന്നിങ്സ് കളിച്ചിട്ടാണ് ഇഷാൻ കിഷൻ മടങ്ങിയത്. അനികേത് വർമ്മയാണ് പിന്നെ അവരുടെ സ്കോർ 200 കടക്കാൻ കാരണക്കാരനായത്. ഹർഷ്ദീപ് 3 റൺസുമായിട്ടും ഹർഷൽ പട്ടേൽ ഡെക്കായിട്ടും മടങ്ങി. അതേസമയം 18 പന്തിൽ നിന്ന് 3 4 4 6 അടക്കം 43 റൺസാണ് അനികേത് വർമ്മ അടിച്ചത്. ഒടുവിൽ ഡേവിഡ് പെയിന് ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങി 5 പന്തിൽ 6 റൺസുമായിട്ടും ജയദേവ് ഉനഡ്കഡ് 3 പന്തിൽ 4 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. 20 ഓവറിൽ 9 വിക്കറ്റിന് 201 റൺസ്. 3 വിക്കറ്റ് വീതമാണ് ജേക്കബ് ഡഫിയും റൊമാരിയോ ഷെഫേർഡും എടുത്തത്. ജേക്കബ് ഡഫി 4 ഓവറിൽ 22 റൺസിലാണ് 3 വിക്കറ്റെങ്കിൽ റൊമാരിയോ ഷെഫേർഡ് 4 ഓവറിൽ 54 റൺസിലാണ് 3 വിക്കറ്റ് എടുത്തത്. ഭുവനേശ്വർ കുമാറിനും അഭിനന്ദൻ സിംഗിനും സുയാഷ് ശർമ്മക്കും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. എന്തായാലും 202 റൺസ് വേണം വിജയിക്കാൻ. അത് RCB എടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.